മോഹൻ തന്നിട്ട് എന്നെ ഒറ്റയ്ക്കാക്കല്ലേ നന്ദേട്ടാ, നിനക്ക് പിന്നെ ജീവിക്കാൻ പോലും കഴിയില്ല. വിതുമ്പുന്ന ചുണ്ടാൽ അവൾ മൊഴിയുമ്പോൾ ത്രിലോക് ഒരു നിമിഷം മറുപടിയില്ലാതെ നിന്നു. കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു നിന്നു. ശേഷം അവളുടെ ഇടുപ്പിലൂടെ അവൻ കൈ ചുറ്റി അവളെ തന്നിലേക്ക് വലിച്ചു ചേർത്തു. ശിവയുടെ കയ്യിൽ നിന്ന് ഒരു വേള ഞെട്ടലിൽ ഇരു ബക്കറ്റും നിലത്തേക്ക് വീണു. എൻ്റെ മനസ്സിലെ പ്രണയത്തിൻ്റെ രൂപം അതൊന്നും ഗൗരിയുടേതാണ് ശിവദാ. അവളെ മറന്ന് നിന്നെ ഞാൻ സ്നേഹിക്കണമെങ്കിൽ ഞാൻ മരിക്കണമെന്ന ഫൂളിഷ്നെസ് ഡയലോഗ് പറയാൻ ഐ ആം നോട്ട് ഫൂൾ. ബട്ട് നിന്നെ ഞാൻ സ്നേഹിക്കണമെങ്കിൽ അതിന് നീ തന്നെ മനസ്സ് വെക്കണം. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, ഈ ത്രിലോകിൻ്റെ മനസ്സിളക്കാൻ കഴിയോ എന്ന്. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുകൾ മാറ്റാതെ അവൻ പറയുമ്പോൾ ശിവയ്ക്ക് അവൻ എന്താ പറയുന്നത് എന്നുപോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. വെറുപ്പായിരുന്നു എനിക്ക് നിന്നോട്. അതിനിപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല ശിവ. ഈ ലോകത്ത് ത്രിലോക് ഏറ്റവും കൂടുതൽ വെറുക്കുന്നുണ്ടോ എങ്കിൽ അത് നിന്നെ മാത്രമാണ്. പക്ഷേ ഞാനല്ലാതെ മറ്റാരും നിന്നെ വേദനിപ്പിക്കാൻ പാടില്ല. അതെനിക്ക് ഇഷ്ടമല്ല. നോവിക്കാനായാലും ചേർത്ത് പിടിക്കാനായാലും നിനക്ക് ഈ ഞാൻ മാത്രം മതി. അവളുടെ അരയിൽ കൈമുറുക്കി അവൻ പറയുമ്പോൾ അവൾ ഒന്ന് പിടഞ്ഞുപോയി. അപ്പോൾ എന്നെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ലേ? ഞാൻ പറഞ്ഞല്ലോ ശിവ, നീ ശ്രമിക്ക് ഈ ത്രിലോകിൻ്റെ മനസ്സിലാക്കാൻ. എനിക്കറിയാം നിനക്ക് ഞാൻ എന്നാൽ ഭ്രാന്താണെന്ന്. ആ ഭ്രാന്ത് കൊണ്ട് എന്നെ നിന്നിലേക്ക് അടുപ്പിക്കുന്നേ. നിന്നിൽ നിന്ന് ഒരു മടങ്ങിപ്പോക്ക് ഇല്ലാത്ത വിധം. സ്നേഹിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എന്നെ താങ്ങാനുള്ള കരുത്തും കൂടെ വേണം നിനക്ക്, എല്ലാ അർത്ഥത്തിലും. അവസാന വാക്കുകൾ അവളിലേക്ക് മുഖമടുപ്പിച്ച് അവൻ മൊഴിയുമ്പോൾ അവൾ പേടിയോടെ തൻ്റെ കണ്ണുകൾ അമർത്തി അടച്ചു കളഞ്ഞു. അവളെ നോക്കി മൃദുവായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ത്രിലോക് അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. അവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കേണ്ട എന്നാ ഞാൻ പറയണേ. എന്തായാലും അവൻ ശിവയെ വേലി കഴിക്കണം എന്ന എൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുമെന്ന് എനിക്ക് തോന്നണില്ല. സാവിത്രിയമ്മ തൻ്റെ ഭർത്താവിനോടായി പറയുമ്പോൾ അയാൾ അവരെ ഒന്ന് നോക്കി. എന്ന് കരുതി മേപ്പാട്ട് തിരുമേനി പറഞ്ഞതൊക്കെ മറന്ന് അവൻ്റെ താളത്തിനൊത്ത് തുള്ളണോ ഞാൻ അതല്ല പറയണേ. ഇന്നലെ വിളിച്ചപ്പോൾ തിരുമേനി പറഞ്ഞത് പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്താൽ ദോഷത്തിന് മാറ്റമുണ്ടാവുമെന്നല്ലേ. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അതല്ലേ ഇത്. അതാ അവർ അയാളെ വീണ്ടും അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ നാളെ ഒന്നുകൂടെ തിരുമേനി ഒന്ന് കാണട്ടെ, ബാക്കി എന്നിട്ട് തീരുമാനിക്കാം. എന്നാ അങ്ങനെ ആവട്ടെ. അതും പറഞ്ഞ് നേരെ നോക്കിയത് അവർ കാണുന്നത് കുളക്കടവിൻ്റെ സൈഡിൽ നിന്ന് ഒന്നിച്ചു വരുന്ന ശിവയെയും ത്രിലോകിനെയുമാണ്. സാവിത്രിയമ്മ വേഗം ആ കാഴ്ച തൻ്റെ ഭർത്താവിനെ കാണിക്കുകയും ചെയ്തു. ശിവ അവരെ ഇരുവരെയും നോക്കി മുഖം താഴ്ത്തി അകത്തേക്ക് കയറി പോകുമ്പോൾ ത്രിലോക് അവർക്കരികിലായിരുന്നു. മുത്തശ്ശ, വിവാഹകാര്യം എന്തായി? അവൻ തന്നെ തൻ്റെ ആവശ്യത്തിൻ്റെ തുടക്കം കുറിച്ചു. ഇടിപിടിയിൽ നിന്ന് ചെയ്യാനുള്ള കാര്യമല്ല നന്ദൂട്ട ഇത്. നിനക്ക് കുറച്ച് സമയം വേണം. എത്ര സമയമെടുത്താലും ശിവയെ എനിക്ക് വേണം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് കയറി പോകുമ്പോൾ അവർ ഇരുവരും അവൻ്റെ വാക്കുകളിൽ പരസ്പരം നോക്കി. എന്നത്തെയും പോലെ പുറത്തെ ഇരുട്ടിലേക്ക് മിഴികൾ എറിഞ്ഞു നിൽക്കുകയാണ് അവൾ. കൈകൾ ജനൽ കമ്പിയിൽ മുറുകുമ്പോൾ ഉള്ളിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് വൈകുന്നേരത്തെ ത്രിലോകിൻ്റെ വാക്കുകളായിരുന്നു. പൂർണ്ണമായും അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഒന്നു മാത്രം ഉള്ളിൽ കൊളുത്തി വലിച്ചു. അവനിപ്പോഴും തന്നോട് വെറുപ്പ് മാത്രമാണെന്ന് സത്യം. ഹൃദയത്തിൽ സൂചി കൊണ്ട് നോവുന്നതായി തോന്നി അവൾക്ക്. ഉറങ്ങുന്നില്ലേ നീ? കാതിനരികിൽ പതിഞ്ഞ ചൂട് നിശ്വാസത്തിനൊപ്പം ജനൽ കമ്പിൽ ഇരുന്ന തൻ്റെ കൈകൾക്ക് മുകളിലായി അവൻ്റെ കൈകൾ മുറുകുമ്പോൾ ആകെ ഒന്ന് വിറച്ചുപോയി ശിവ. നേർത്ത ഒരു മൂളലിൽ മാത്രമായിരുന്നു അവളിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അവൻ്റെ മറുകൈ തൻ്റെ അരക്കെട്ടിൽ അമരുമ്പോൾ തരിച്ചു നിന്നു അവൾ. നാളെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട് ശിവ. അതുമാത്രമല്ല, നാളെ മുതൽ എന്നിലേക്ക് എത്താനുള്ള നിന്റെ ദൂരവും ഒരുപക്ഷെ കൂടിയേക്കാം. വിജയിച്ചാൽ ഈ ത്രിലോക് നിനക്ക് സ്വന്തം, ഇല്ലെങ്കിൽ അവൾക്കും. അവൻ്റെ ആ വാക്കുകൾ ശിവയുടെ ഹൃദയമിടിപ്പ് കൂട്ടി. അരക്കെട്ടിലിരുന്ന അവൻ്റെ കൈ മുന്നിലേക്ക് അവളുടെ മാറിൻ ചൂടിപ്പറ്റി കിടന്നിരുന്ന താലിമാല എടുത്ത് പുറത്തേക്കിടുമ്പോൾ വിറയലോടെ തൻ്റെ കണ്ണുകൾ അമർത്തി അടച്ചു അവൾ. ഇഷ്ടത്തോടെയും പ്രണയത്തോടെയും അല്ല ഞാൻ ഈ താലി നിന്റെ കഴുത്തിൽ അണിയിച്ചത് എങ്കിലും ഇനി ഇത് നിന്റെ കഴുത്തിൽ നിന്ന് അഴിയാതെ ഇരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം ശിവ. അതുപോലെ ഈ മത്സരത്തിൽ നീ വിജയിക്കാനും. പക്ഷേ അതൊരിക്കലും നീ ജയിച്ചു കാണാനുള്ള ആഗ്രഹം കൊണ്ടോ നിന്നെ സ്നേഹിക്കാനുള്ള കൊതി കൊണ്ടോ അല്ല. ഞാൻ എന്ന അഗ്നിയിൽ നീ ഉരുകിത്തീരുന്നത് കാണാൻ. തോറ്റുപോകും നന്ദേട്ടാ നിങ്ങൾ. കാരണം നിങ്ങൾ എന്ന അഗ്നിയിൽ എരിഞ്ഞടങ്ങാനാണ് ഈ ശിവയ്ക്ക് എന്നും ഇഷ്ടം. അവളിൽ നിന്ന് ഉടനടി ആ മറുപടി വരുമ്പോൾ ത്രിലോക് നേരം കൊണ്ട് അവളെ തന്നിലേക്ക് തിരിച്ചു നിർത്തി. ശിവ പെട്ടെന്നായതിനാൽ പുറകിലെ ജനൽ കമ്പിയിൽ ഇടിച്ചു നിന്നു. നിനക്ക് താങ്ങാൻ കഴിയില്ല ശിവ ആ അഗ്നിച്ചൂട്. അത് നിന്നെ പൊള്ളിക്കും, നോവിക്കും, കരയിക്കും. എല്ലാം ഞാൻ ഏറ്റുവാങ്ങിക്കൊള്ളാം നന്ദേട്ട. എങ്കിലും ഈ ജന്മം നിങ്ങളെ മാത്രം മതി എനിക്ക്. സ്വബോധം നഷ്ടമായവളെ പോലെ അവൾ പൊല്ലമ്പുമ്പോൾ ത്രിലോക് അവളിൽ തന്നെ കണ്ണുകൾ ഉറപ്പിച്ചു നിന്നു. മൗനങ്ങളാൽ കടന്നുപോയ നിമിഷങ്ങൾക്കൊടുവിൽ അവൻ അവളെ ഇരു കൈയാലെയും എടുത്തുയർത്തുമ്പോൾ ശിവ നേരിയ ഞെട്ടലോടെ അവൻ്റെ നെഞ്ചിൽ മുറുകെ പിടിച്ചു. ത്രിലോക് അവളെയും കൊണ്ട് ബെഡിൻ്റെ അരികിലേക്ക് നടന്നു. ശേഷം അവളെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് ഒന്നുയർന്നു.
നീ എന്ന പ്രണയത്തിൽ അന്ധയാണ് അവളെന്ന് ഈ ലോകം കീഴ്മേൽ മറിഞ്ഞാലും നിന്നിൽ നിന്ന് മടങ്ങാൻ തയ്യാറല്ല അവൾ ഇന്നെന്ന് നീ ഓർക്കുക. തനിക്കരികിലായി സ്ഥാനം പിടിച്ചവനെ അവൾ മെല്ലെ മുഖം ചരിച്ചു നോക്കി. ഇരുകൈയും തലയ്ക്ക് കീഴിൽ വെച്ച് മുകളിലേക്ക് നോട്ടം പതിപ്പിച്ചിരിക്കുകയാണ് അവൻ. ഇടയ്ക്കെപ്പോഴും തന്റെ കണ്ണുകൾ മെല്ലെ അടഞ്ഞുപോയതും എന്തോ ഒന്ന് തന്റെ കഴുത്തിടുക്കിൽ അമർന്നതായി തോന്നി അവൾക്ക്. ശിവ കണ്ണുകൾ വലിച്ചു തുറക്കും മുന്നേ അവന്റെ ദന്തങ്ങൾ അവളുടെ ഇടം കഴുത്തിലായി ആഴ്ന്നു. പിടച്ചിലോടെ അവളുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു. കൈകൾ കിടക്കയിൽ അമരുമ്പോൾ അവനും അവനോടുള്ള നിലയ്ക്കാത്ത പ്രണയവും മാത്രമായിരുന്നു അവളിൽ. രാത്രി ഏറെ നേരം വൈകിട്ടും ആദിയുടെ റൂമിലെ ബാൽക്കണിയിൽ ഒത്തുകൂടിയിരിക്കുകയാണ് പിള്ളേരെല്ലാം. ചർച്ചാ വിഷയം നാളത്തെ ഗൗരിയുടെ മടങ്ങുവരവ് തന്നെ. ഏറെ ക്ഷമകെട്ട് ഇരിക്കുന്നത് പവിയാണ്. നേരിയ ഭയവും അവളുടെ മുഖത്ത് കാണാനുണ്ട്. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല എൻ്റെ പവി. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വിചാരിച്ച് ധൈര്യത്തോടെ നിൽക്കാൻ ശ്രമിക്ക്. അഭി അല്പം ഗൗരവത്തോടെ പറയുമ്പോൾ എല്ലാവരും പവിയെ ഒന്ന് നോക്കി. നിങ്ങളെ ഞാൻ എന്ത് പറഞ്ഞാണ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല അഭിയേട്ടാ. സത്യമായും ഞാൻ ത്രിലോകിനെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇല്ലാത്ത ഗർഭം ധരിച്ചതും അതിൻ്റെ ഉത്തരവാദി അവനാണെന്ന് പറഞ്ഞു നടക്കുന്നതും. എൻ്റെ സ്വന്തം ആത്മാഭിമാനമാണ് ഇവിടെ നഷ്ടമാകുന്നത് എന്ന ബോധമില്ലാത്തത് കൊണ്ടൊന്നുമല്ല. അറിയില്ല അവനെ നഷ്ടപ്പെട്ടാൽ പിന്നെ എൻ്റെ അവസ്ഥ എന്താകുമെന്ന്. അവൾ അത്രയും പറഞ്ഞ് ഇരുകൈയും തലയിൽ താങ്ങി മുഖം താഴ്ത്തിയിരുന്നു. അഭിക്കൊഴികെ ബാക്കി രണ്ടാൾക്കും അവളോടൊരു അലിവ് തോന്നി. എനിക്ക് മനസ്സിലാകാത്തത് അതല്ല, എന്ത് കണ്ടിട്ടാ ഈ ഉള്ള പെൺപിള്ളേര് മുഴുവൻ അവനെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതെന്നാ. കേട്ട് അവൻ്റെ മടിയിൽ ചാഞ്ഞു കിടക്കുകയായിരുന്ന ഇഷ മുഖമുയർത്തി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഏട്ടൻ്റെ കുഞ്ഞനിയത്തി എന്നെ നോക്കി പേടിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞത് എന്താ കാര്യമല്ലേ? എന്ത് കാര്യമെന്നാ അഭിയേട്ടൻ പറയുന്നത്? എൻ്റെ ഏട്ടന് എന്താ ഒരു കുറവും? ആവശ്യത്തിനധികം ലുക്കും ജിം ബോഡിയും ഇല്ലേ? പിന്നെ ആൺപിള്ളേർക്ക് വേണ്ടത് അല്പം കലിപ്പൊക്കെ തന്നെയാ. കേട്ടിട്ടില്ലേ കലിപ്പൻ്റെ കാന്താരി? അവളുടെ ആ വർത്തമാനം കേട്ട് പവി ഉൾപ്പെടെ ചിരിച്ചുപോയി. ഓഹോ, എന്നാ പിന്നെ ഈ കാന്താരിക്ക് കുറച്ച് കലിപ്പ് ഞാൻ അങ്ങോട്ട് തരാം. എന്തു പറയുന്നു? അയ്യോ എൻ്റെ പൊന്നോ, വേണ്ട. അവൾ അതും പറഞ്ഞ് വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് ചായുമ്പോൾ അഭി അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. പവി, നീ ടെൻഷനാകാതെ ഇരിക്ക്. ആദ്യം നാളെ അവൾ ഇങ്ങ് എത്തിക്കോട്ടെ, ബാക്കി നമുക്ക് അപ്പോൾ നോക്കാം. എന്തായാലും അവളെ നമ്മുടെ വശത്തേക്ക് ആക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നെന്ന് വരില്ല. പക്ഷെ അതെങ്ങനെ? ആ ചോദ്യത്തിന് ആദ്യം ഒരു നിമിഷം മൗനമായി എന്തോ ആലോചിച്ചു. പിന്നെ തൻ്റെ ഏട്ടൻ്റെ നേരെ തിരിഞ്ഞു. അഭി, ഒരു ഏട്ടനോട് ഇതൊക്കെ ചോദിക്കാമോ എന്ന് അറിയില്ല. എങ്കിലും ആവശ്യം നമ്മളുടേതായതുകൊണ്ട് ഞാൻ ചോദിക്കുക. എന്താടാ, നീ കാര്യം പറയേ. അഭി അവനെ ഗൗരവത്തിൽ നോക്കി. നീ ഏറ്റവും കൂടുതൽ ഇവളെ മിസ് ചെയ്യുന്നത് എപ്പോഴാ? ഐ തിങ്ക് ഇവൾ കൂടെ ഇല്ലാത്ത ടൈമിലല്ലേ? ഇഷയെ നോക്കി അവൻ ചോദിക്കുമ്പോൾ അഭി ഗൗരവത്തോടെ അതേ എന്ന് തലയാട്ടി. ഇവളെ നിനക്ക് നഷ്ടം വന്നാൽ തിരിച്ചു പിടിക്കാൻ നീ നോക്കുവോ? അവളുടെ മനസ്സിൽ ഞാനുണ്ടെങ്കിൽ ആരൊക്കെ എതിർത്താലും ഇവളെ ഞാൻ എൻ്റേതാക്കും. അല്ല, എന്താ നീ ഇപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ? അഭി സംശയത്തോടെ അവനോട് മറു ചോദ്യം ചോദിച്ചു. പറയാം. അതിനു മുന്നേ ഒരു ചോദ്യം കൂടെ. നിങ്ങൾ മാത്രം ആകുന്ന നിമിഷങ്ങളിൽ പരസ്പരം നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങൾ പരിധി വിടാതെ കൈമാറാറില്ലേ? അല്പം ബുദ്ധിമുട്ടിയാണ് ആദ്യം അത് ചോദിച്ചത്. എന്നാൽ അത് കേൾക്കെ ഇഷയുടെ കൈകൾ അഭിയിലൊന്നും മുറുകി. അതെ. കൂടുതലൊന്നും പറയാതെ അഭി തൻ്റെ മറുപടി അതിലൊതുക്കി. എന്നാൽ പവി അവർ ഇരുവരെയും അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്. നീ ഇങ്ങനെ നോക്കുവൊന്നും വേണ്ട. തക്കം കിട്ടുമ്പോൾ നീ ആ ത്രിലോകിനെ കെട്ടിപ്പിടിക്കുന്നത് പോലെയല്ല. മനസ്സറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുന്നവർക്കിടയിൽ ഇതൊക്കെ നോർമലാണ്. അഭി അത് പറയുമ്പോൾ വിളറിയിരിക്കുന്ന പവിയുടെ മുഖം കണ്ട് ആദി വീണ്ടും സംസാരിച്ചു തുടങ്ങി. ഗൗരിയെ എങ്ങനെ കൂടെ നിർത്തണമെന്ന് എനിക്കിപ്പോൾ അറിയാം. നാളെ അവൾ ഒന്ന് വന്നോട്ടെ, ബാക്കി നമുക്ക് നേരിട്ട് കാണാം. ആദി വല്ലാത്തൊരു ചിരിയോടെ അത് പറയുമ്പോൾ ബാക്കി മൂന്നാളും അവനെ ഒന്ന് നോക്കിയിരുന്നു. പതിവ് സമയത്ത് തന്നെ ഉറക്കമുണർന്ന ശിവ കണ്ണുകളടച്ച് കൈകൂപ്പി തൻ്റെ യക്ഷിയമ്മയോട് മൗനമായി ഒന്ന് പ്രാർത്ഥിച്ചു. ശേഷം മെല്ലെ എഴുന്നേൽക്കാൻ ഒരുങ്ങുമ്പോഴാണ് തൻ്റെ വയറിൽ എന്തോ അമർന്നിരിക്കുന്നതായി തോന്നി അവൾക്ക്. മുഖം ചരിച്ചു നോക്കിയ ശിവ ഒന്ന് ഞെട്ടി. തൻ്റെ അരക്കെട്ടിലൂടെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന ത്രിലോകിൻ്റെ കൈ കണ്ട് അവൾ ഒരു നിമിഷം തൻ്റെ ശ്വാസം പിടിച്ചു വെച്ച് കിടക്കയിലേക്ക് കിടന്നു. എൻ്റെ യക്ഷിയമ്മേ, ഞാൻ എന്താ ഈ കാണുന്നേ? അതോ ഇനി സ്വപ്നമെങ്ങാനുമാണോ? ഏയ്, എന്താ നന്ദേട്ടനല്ലേ ഇത്? അവൾ കണ്ണുമിഴിച്ച് അവനെ തന്നെ നോക്കിക്കിടന്നു. ഗൗരവം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ആ മുഖവും പിരിച്ചു വെച്ചിരിക്കുന്ന മീശയും ഡ്രിം ചെയ്ത മനോഹരമായ താടിയും അതിനുള്ളിൽ തെളിഞ്ഞു കാണുന്ന ചുവന്ന ചുണ്ടുകളും ഒരു നിമിഷം നോക്കിക്കിടന്നു അവൾ. ഉള്ളിൽ സന്തോഷത്തിൻ്റെ അലയൊലികളായിരുന്നു ആ നേരം അവരിൽ. പെട്ടെന്നാണ് ത്രിലോകൊന്ന് മൂരി നിവർന്നുകൊണ്ട് മലർന്നു കിടന്നത്. അത് കണ്ട് ശിവ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റതും തൻ്റെ ദാവണി ഷോളിൽ അവൻ്റെ പിടി വീണു. ശിവ ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. നീ എങ്ങോട്ടാ? അത്യധികം ഗൗരവത്തോടെയായിരുന്നു അവൻ്റെ ചോദ്യം. ആ ചോദ്യത്തിൽ അവളൊന്ന് പതറി. ഞാൻ കുളിച്ചിട്ട് അടുക്കളയിലേക്ക്. കിച്ചണിലേക്ക് പോകുന്നതൊക്കെ കൊള്ളാം.
നിനക്കും എനിക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടത് മാത്രം നീ ഉണ്ടാക്കിയാൽ മതി. കേട്ടല്ലോ ഞാൻ പറഞ്ഞത്. അത്രയും പറഞ്ഞ് അവൻ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവൾ വേഗം തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നു. ശേഷം വാതിലിലേക്ക് നടക്കുമ്പോഴാണ് പുറത്തുനിന്ന് തട്ട് കേട്ടത്. ശിവ യാതൊരു ഭയവുമില്ലാതെ എന്നാൽ നേരിയ ഒരു സംശയത്തോടെ ആ ഡോർ തുറന്ന് മുന്നോട്ട് നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ഗൗരിയെ കണ്ട് ഞെട്ടലോടെ തറഞ്ഞു നിന്നു. ആരാടി? ഇതേ സമയം തന്നെ അകത്തുനിന്ന് മുണ്ടും മുറുക്കി ഉടുത്തുകൊണ്ട് പുറത്തേക്ക് വരുന്ന ത്രിലോക് ഞെട്ടി നിൽക്കുന്ന ശിവയെ കണ്ട് അവൾക്കടുത്തേക്ക് വരുമ്പോഴാണ് അവനും ഗൗരിയെ കാണുന്നത്. നീ എപ്പോൾ വന്നു? ത്രിലോക് ഗൗരിയോട് അതും ചോദിച്ചുകൊണ്ട് അടുത്തു നിന്ന ശിവയുടെ തോളിലൂടെ കൈയിട്ട് നിന്നു. ശിവ ഞെട്ടലോടെ അവനെ നോക്കുമ്പോൾ അവന്റെ ശ്രദ്ധ മുഴുവൻ ഗൗരിയിലാണ്. ഞാൻ ദേ വന്നതേയുള്ളൂ. എല്ലാവരെയും കണ്ടു. എൻ്റെ അനിയത്തിയെ പുറത്ത് കാണാതായതും ഒന്ന് വന്ന് കാണാമെന്ന് കരുതി. അതാ വന്നപാടെ ഇങ്ങോട്ട് വന്നത്. ശിവയെ നോക്കി ഗൗരി പുഞ്ചിരിയോടെ പറയുമ്പോൾ ശിവയ്ക്ക് എന്തോ അവളുടെ മുഖത്തേക്ക് പോലും നോക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ത്രിലോകും വല്ലാത്തൊരു ചിരിയോടെ ശിവയെ തന്നെ നോക്കി. കണ്ടിട്ട് നിങ്ങൾ ബിസി ആയിരുന്നു എന്ന് തോന്നുന്നു. സോറി, ഡിസ്റ്റർബ് ആയോ? ശിവയുടെ ഉലഞ്ഞ തലമുടിയും തെന്നി നീങ്ങി കിടക്കുന്ന ധാവണിയും കണ്ട് ഗൗരി ചോദിക്കുമ്പോൾ ശിവ ഞെട്ടലോടെ അവളെ നോക്കി. എന്നാൽ ത്രിലോക് ആ നേരം കൊണ്ട് ശിവയുടെ തോളിലിരുന്ന തൻ്റെ അവളുടെ അരക്കെട്ടിലേക്ക് കൊണ്ടുവന്ന് മാറിക്കിടന്ന ധാവണി ഷോൾ നേരെ പിടിച്ചിട്ടു. രാത്രി ഉറക്കം ശരിയായില്ല. അതിൻ്റെ ഒരു ആലസ്യം ഇല്ലാതില്ല അല്ലേ ശിവ? ശിവയുടെ അരക്കെട്ടിൽ കൈ അമർത്തിക്കൊണ്ട് അവൻ അവളെ തന്നിലേക്ക് ചേർക്കുമ്പോൾ ഗൗരിയുടെ മാറി വരുന്ന മുഖത്തായിരുന്നു അവൻ്റെ ശ്രദ്ധ മുഴുവൻ. ശിവ അവൻ്റെ ആ വാക്കുകളിൽ തരിച്ചു നിന്നു. ഓക്കെ, എന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. നമുക്ക് പിന്നെ കാണാം. കൂടുതൽ സംസാരത്തിന് നിൽക്കാതെ ഗൗരി തിരിഞ്ഞു നടക്കുമ്പോൾ ശിവ അപ്പോഴും അതേ നിൽപ്പായിരുന്നു. നീ പോകുന്നില്ലേ? ത്രിലോകിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവൾ വേഗം അവനെ തിരിഞ്ഞു നോക്കി. എവിടെ എന്ന ഭാവത്തിൽ. നിനക്കല്ലേ കുളിക്കണമെന്നോ നനയ്ക്കണമെന്നോ പറഞ്ഞത്? എന്താ അല്ലേ? ആ ഞാൻ ദേ പോവുക. വിക്കലോടെ അത്രയും പറഞ്ഞ് ശിവ വേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു. ഒന്ന് നിന്നേ. സ്റ്റെപ്പ് കയറി റൂമിലേക്ക് നടക്കുമ്പോഴാണ് ഗൗരി പിന്നിൽ നിന്നുള്ള ശിവയുടെ ശബ്ദം കേൾക്കുന്നത്. പ്രതീക്ഷിച്ചിരുന്ന ആ വിളിയിൽ ഗൗരി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മെല്ലെ തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും ശിവ അവൾക്കരികിലെത്തിയിരുന്നു. എന്താ ഈ വരവിന്റെ ഉദ്ദേശം? അത് കേട്ട് വീണ്ടും ഗൗരിക്ക് ചിരിയാണ് വന്നത് എങ്കിലും അവളത് പുറത്ത് കാട്ടിയില്ല. മോള് എന്തുദ്ദേശത്തെക്കുറിച്ചാ ഈ ചോദിക്കുന്നത്? ഒന്നുമില്ലാതെ ഗൗരിയേച്ചി ഇവിടേക്ക് വരില്ലല്ലോ. അതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചത്. എന്താ ശിവമോളെ, ഗൗരിയേച്ചി ഇവിടെ വന്നത് മോൾക്കും ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. ഗൗരി ഇരുപിരികവും ഉയർത്തി അവൾക്ക് മുന്നിൽ നിന്ന് ചോദിക്കുമ്പോൾ ശിവ ഒന്ന് പതറി. എന്റെ വരവിന്റെ ഉദ്ദേശം ത്രിലോകാണെന്ന് ഞാൻ പറഞ്ഞാൽ കൊല്ലാനും ഞാൻ മടിക്കില്ല. വിരൽ ചൂണ്ടിക്കൊണ്ട് ശിവ ദേഷ്യം കൊണ്ട് വിറയ്ക്കുമ്പോൾ ഗൗരി അവളെ അത്ഭുതത്തോടെ നോക്കി. കണ്ണുകൾ പോലും ചുവന്നു കലങ്ങുന്നുണ്ടായിരുന്നു അവളുടെ. ഒരിക്കൽ നഷ്ടമായതാ എനിക്ക് എൻ്റെ നന്ദേട്ടനെ. ഇനി ഒരിക്കൽ കൂടി അങ്ങനെ ഉണ്ടായാൽ പിന്നെ ആരെയും വെച്ചേക്കില്ല ഞാൻ. പെട്ടെന്ന് അവിടെ ഒരു പൊട്ടിച്ചിരി ഉയരുമ്പോഴാണ് ശിവ താൻ എന്താ പറഞ്ഞത് എന്ന ബോധം വന്നത് തന്നെ. അവൾ വേഗം ഞെട്ടലോടെ തൻ്റെ കൈകൾ താഴ്ത്തി. ശേഷം മുന്നിൽ നിന്ന് പൊട്ടിച്ചിരിക്കുന്ന ഗൗരിയിൽ തന്നെ മിഴികൾ ഉറപ്പിച്ചു നിന്നു. ശിവമോൾ എന്താ തമാശ പറയാ? ഒന്ന് ഉറക്കെ ചിരിക്കാൻ പോലും ഭയമുള്ള നീയാണോ എന്നെ കൊല്ലാൻ വരണേ? നല്ല രസമുണ്ട് കേൾക്കാൻ. എന്തായാലും ശിവമോൾ ഇപ്പോൾ ചെല്ല്. നമുക്ക് കാര്യമായി പിന്നെ സംസാരിക്കാം. ചേച്ചിക്ക് നല്ല ക്ഷീണമുണ്ട്, ഒന്ന് ഉറങ്ങണം. പിന്നെയും പോകാതെ മടിച്ചു നിൽക്കുന്ന ശിവയെ കണ്ട് ഗൗരി ചിരിയോടെ അവൾക്കടുത്തേക്ക് പോയി. ചെല്ല് ശിവമോളെ, നമുക്ക് സംസാരിക്കാമെന്നേ പിന്നെ. ഗൗരി തന്നെ അവളെ ഉന്തിത്തള്ളി താഴേക്ക് പറഞ്ഞു വിട്ടു. ശേഷം ചിരിയോടെ റൂമിലേക്ക് നടന്നു. എന്തോ ആലോചിച്ച് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ശിവ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടിരുന്നില്ല. പെട്ടെന്ന് എന്തിലോ ചെന്നിടിച്ച് നിന്നപ്പോഴാണ് അവൾ ഞെട്ടലോടെ മുന്നോട്ട് നോക്കിയത്. അവിടെ സ്റ്റെയറിൽ ചാരി ചെറുചിരിയോടെ ത്രിലോകിനെ കണ്ട് അവളൊന്ന് പതറി. നോട്ട് ബാഡ്. അവളുടെ തോളിൽ തട്ടി അത്രയും പറഞ്ഞുകൊണ്ട് ത്രിലോക് അവളെ മറികടന്ന് മുകളിലേക്ക് കയറി പോകുമ്പോൾ ശിവ വേഗം താഴേക്ക് ഓടി. താൻ എന്താടോ ഈ ആലോചിക്കണത്? വാര്യർ എന്തോ ആലോചനയിൽ പൂണ്ടിരുന്ന തൻ്റെ ഭാര്യയ്ക്ക് അരികിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുമ്പോൾ അവർ ഒരു നിശ്വാസത്തോടെ നേരെയിരുന്നു. ഗൗരിയെക്കുറിച്ച് എന്തോ കുട്ടി വന്നതിൽ പിന്നെ ആകെ ഒരു വല്ലായ്മ പോലെ. വേണ്ട സാവിത്രി, അവളും നമ്മുടെ കുട്ടിയാണ്, വേർതിരിവ് കാണിക്കാൻ നിൽക്കേണ്ട. അയാൾ ഗൗരവത്തോടെ പറഞ്ഞു. അയ്യോ അങ്ങനെയല്ല ഏട്ടാ, ഗൗരിമോളുടെ വരവ് എൻ്റെ ശിവയ്ക്കൊരു ദുഃഖമാവരുതെന്നേ ഉള്ളൂ എനിക്ക്. അത് കേട്ട് അയാൾക്കൊന്ന് പുഞ്ചിരിക്കാതിരിക്കാനായില്ല. എന്തിനാ ചിരിക്കണേ? ആരൊക്കെ വന്നാലും പോയാലും എത്രയൊക്കെ ദേഷ്യം കാണിച്ചാലും തനിക്കെന്നും തൻ്റെ കുട്ടി കഴിഞ്ഞേ ഉള്ളൂ, മറ്റാരുമില്ലേ? അയാളുടെ ആ ചോദ്യത്തിന് വാത്സല്യപൂർവ്വം ഒരു പുഞ്ചിരിയായിരുന്നു അവരുടെ മറുപടി. കാലം തെറ്റി പുറത്തു മഴ 10 മടങ്ങ് ശക്തമായി തന്നെ പെയ്യുന്നുണ്ട്. കാവിൽ വിളക്ക് കൊളുത്താനുള്ള നേരം കഴിഞ്ഞിട്ടും മഴ കുറയുന്നില്ല എന്ന് കണ്ട ശിവ പിന്നെ ഒന്നും നോക്കാതെ അകത്തുനിന്ന് കുടയും എടുത്ത് എണ്ണയും തിരിയും നനയാതെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. മഴ കൂരാപ്പുള്ളതുകൊണ്ടും സമയം 7 ആകാറായതുകൊണ്ടും നന്നേ ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു. എങ്കിലും ഭയമേതുമില്ലാതെ അവൾ കാവിലേക്ക് നടന്നു.
വലിയ വൃക്ഷങ്ങൾക്കൊപ്പം ചെറു വൃക്ഷങ്ങളുടെ ചില്ലകൾ ഒടിഞ്ഞു നടപ്പാതയ്ക്ക് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട്. എങ്കിലും അവൾ എങ്ങനെയൊക്കെയോ നടന്ന് കാവിനുള്ളിലെത്തി. ഒരു നിമിഷം അവൾ മഞ്ഞളാൽ പടർന്നു കിടക്കുന്ന യക്ഷിത്തറയിലേക്ക് ഒന്ന് നോക്കി കൊണ്ട് മെല്ലെ വിളക്കിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ടു. വിളക്ക് നനയാതെ ഇരിക്കാൻ ചെറിയ ഒരു മറ തീർത്തിട്ടുണ്ട്. എങ്കിലും ചെറിയ ചാറ്റൽ തുള്ളികൾ അതിലേക്ക് വീഴുന്നുണ്ട് താനും. മഴ മെല്ലെ കുറഞ്ഞു തുടങ്ങിയതും കുട സൈഡിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് അവൾ തിരി കത്തിച്ചു. സൈഡിൽ നിന്ന് അല്പം മഞ്ഞൾ കൂടെ യക്ഷിയമ്മയ്ക്ക് അരികിലായി ഇരിക്കുന്ന നാഗങ്ങൾക്ക് തൂക്കിക്കൊണ്ട് അല്പം എടുത്ത് തൻ്റെ നെറ്റിയിൽ തൊട്ടു. കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി നിൽക്കുമ്പോൾ പതിയെ നിന്ന മഴ വീണ്ടും ആവേശത്തോടെ പെയ്തിറങ്ങാൻ തുടങ്ങി. കഴിഞ്ഞോടി. പ്രതീക്ഷിക്കാതെ പിറകിൽ നിന്ന് കേട്ട ശബ്ദത്തിൽ ശിവ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ആകെ നനഞ്ഞു നിൽക്കുന്ന ത്രിലോകനെ കണ്ട് അവളുടെ കണ്ണുകൾ ഒന്നും മിഴിഞ്ഞു വന്നു. ഡി. മൗനം പാലിച്ചു നിൽക്കുന്ന അവളെ കണ്ട് ഒറ്റ അലർച്ചയായിരുന്നു അവൻ. ശിവ ഞെട്ടലോടെ തൻ്റെ കണ്ണുകൾ ഒന്ന് ചിമ്മി തുറന്നു. കണ്ണു തുറന്നു നിന്ന് ഏതവനെ സ്വപ്നം കാണുവാടി പുല്ലേ നീ? അവളെ ചിറഞ്ഞു നോക്കിക്കൊണ്ടായിരുന്നു ആ ചോദ്യം. ശിവ വേഗം മുഖം താഴ്ത്തുമ്പോൾ ത്രിലോക് അവളുടെ വലതു കൈയിൽ പിടിച്ചു. നിന്ന് കിണുങ്ങാതെ ഇങ്ങോട്ട് വാടി. ആകെ നനഞ്ഞു കോപ്പ്. അവളുടെ കൈയും പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ കാവിൽ നിന്നും അല്പം അകലെയുള്ള ഒരു പടുവൃക്ഷത്തിൻ്റെ കീഴിലായി വന്നു നിന്നു. പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ആ വലിയ വൃക്ഷം അവർക്ക് കുട വിരിക്കുമ്പോൾ അവൻ്റെ കൂടെയുള്ള നിമിഷത്തിൻ്റെ തിരയിളക്കത്തിലായിരുന്നു ശിവ. തണുക്കുന്നുണ്ടോ നിനക്ക്? വിറച്ചുള്ള അവളുടെ നിൽപ്പ് കണ്ട് അവൻ ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ ശിവ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് മെല്ലെ തല ചലിപ്പിച്ചു. ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അവളിൽ ആകെ ഒന്നലഞ്ഞു.